ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മട്ടൻ കറി ആയിട്ടാണ് കേട്ടോ. മട്ടൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ ചോദിച്ചാൽ അതിനൊരു ഉളുമ്പ് മണം ഉണ്ടാവും. ആ ഉളുമ്പ് മണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. പക്ഷെ അത് കളയാൻ വേണ്ടിയിട്ട് 2-3 വഴികളുണ്ട് നമ്മളുടെ അടുത്ത്. അതിൽ ആദ്യത്തെ ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഗോതമ്പ് മാവ് ഉണ്ടല്ലോ, ഗോതമ്പ് മാവ് നന്നായിട്ട് ദോശ ചുടുന്ന പരുവത്തിൽ നന്നായിട്ട് കലക്കുക. എന്നിട്ട് ഇത് ആ മട്ടനിലോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ആ മട്ടനൊന്ന് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. അതാണ് ഒന്നാമത്തെ വഴി. പിന്നെ രണ്ടാമത്തെ വഴി എന്താണെന്ന് ചോദിച്ചാൽ, വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഇറച്ചിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അധികം വേവില്ലാത്ത ഇറച്ചിയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. പിന്നെ മൂന്നാമത്തെ വഴി ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു വഴിയാണ്. ഒരു 2-3 കുടംപുളി എടുക്കുക. എന്നിട്ട് ഈ മട്ടനിലോട്ട് ഇടുക. നല്ലോണം വെള്ളം ഒഴിക്കുക. ഒരു 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകി ഒരു 3-4 തവണ കഴുകി എടുക്കുക. ആ കുടംപുളി ഇട്ടിട്ട് തന്നെ കേട്ടോ. എന്നിട്ട് കുടംപുളി എടുത്ത് മാറ്റിക്കളയുക. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വഴി. അത് ഈസി ആയിട്ടുള്ള വഴിയാണ്. ഇതാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് കേട്ടോ. ഇത് അറിയുന്നവർക്ക് ധാരാളം ഉണ്ടാകാം. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇൻട്രോ വീഡിയോ ഒരല്പം ലോങ് ആയിപ്പോയി, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ മട്ടൻ കറിയിലോട്ട് കിടക്കാം. അപ്പോൾ മട്ടൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ആ മട്ടൻ്റെ ഉളുമ്പ് മണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കുടംപുളിയാണ് ഇട്ടിരിക്കുന്നത്. കുടംപുളി ഇട്ടിട്ട് ഒരു 4 തവണ കഴുകി ആ വെള്ളവും കുടംപുളിയും എടുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് 1.5 കിലോ മട്ടനുണ്ട്. പിന്നെ വേണ്ട ചേരുവകളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലൊരു 25 മുതൽ ഒരു 30 ചെറിയുള്ളി വരെ ഉണ്ടാവും കേട്ടോ. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. പിടിക്കണക്കാണെങ്കിൽ ഒരു 2 പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. നാട്ടിൽ കിട്ടുന്നത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് നിങ്ങൾ എത്രയാണോ മട്ടൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ വെളുത്തുള്ളിയൊക്കെ അതുപോലെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ നമുക്ക് പച്ചമുളക് വേണം. അതിന് ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി. അതിന് ഞാൻ മീഡിയം സൈസിൽ 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നമുക്കിതിലോട്ട് വളരെ കുറച്ച് മതി. അതിന് ഞാൻ മീഡിയം സൈസിൽ 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നമ്മൾ കറിയിലോട്ട് ചേർക്കുമ്പോൾ ചതച്ചിട്ടാണ് ചേർക്കാൻ പോകുന്നത്. ഇത് ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടെ വേണം. പെരിഞ്ജീരകവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചതയ്ക്കുന്നത്. പിന്നെ നമുക്ക് കറിയിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യണമല്ലോ. അതിനുവേണ്ടി ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. മൊത്തം 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണ് ഉലുവ വേണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട മസാലക്കൂട്ടാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. മട്ടൻ ആണെങ്കിലും ശരി, ബീഫ് ആണെങ്കിലും അതെ, പിന്നെ ചിക്കൻ ആണെങ്കിലും അതെ, എന്താണെങ്കിലും നമ്മൾ ഫ്രഷായിട്ട് അപ്പം തന്നെ ഗരം മസാല പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മസാലക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതുപോലെ 2 കഷ്ണം പട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അറിയാലോ, തക്കോലം അതുപോലെ തന്നെ വലിയ 2 തക്കോലമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്ക വേണം. ഏലക്ക ഞാനിവിടെ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗ്രാമ്പു. ഇതിപ്പോൾ എണ്ണം പറയുകയാണെങ്കിൽ ഒരു 18-20 എണ്ണം ഉണ്ടാവും ഇതിനകത്ത്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ പെരിഞ്ജീരകം. ടീസ്പൂണാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളി ചതയ്ക്കുന്ന സമയത്ത് അതിനകത്തോട്ടും പെരിഞ്ജീരകം കുറച്ച് ഇടുന്നുണ്ടല്ലോ. എല്ലാം കൂടി ആകുമ്പോൾ മസാലയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ആദ്യം ഈ മസാല ഒന്ന് വറുത്ത് പൊടിച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ മസാല ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്താൽ മതി. മസാലയിലോട്ട് നന്നായിട്ട് ചൂട് കയറിയാൽ മാത്രമേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ജീരകത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മസാല ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്.
നമുക്ക് ഇത്രയും മസാലയൊന്നും ആവശ്യമായിട്ട് വരത്തില്ല കേട്ടോ. ഞാൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് എത്ര സ്പൂണാണ് എടുക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മട്ടൺ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഞാൻ ചേരുവകളൊക്കെ പറയുന്ന സമയത്ത് കുരുമുളക് പൊടി പറഞ്ഞില്ലായിരുന്നു. അതിപ്പം ഇങ്ങനെ വേവിക്കാൻ നേരത്ത് കാണിക്കാമെന്ന് കരുതിയിട്ടായിരുന്നു. അപ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കൂടെ നമുക്ക് ഇതിനകത്തോട്ട് കീറിയിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം മട്ടൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ, അപ്പോൾ ഒരുപാട് ഗ്രേവി ആവും. ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ നിങ്ങളുടെ കുക്കറിനനുസരിച്ചിരിക്കും കേട്ടോ. എൻ്റെ കുക്കറിനകത്ത് 4 വിസിൽ വരുമ്പം ഇറച്ചി വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാനൊരു 4 വിസിലെടുത്തിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്, മട്ടൺ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വേവാനായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്തു വെച്ചിരുന്ന ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം തനിയായിട്ട് ചതച്ചെടുത്ത് വെക്കാം. ഇപ്പം ഞാനെല്ലാം തനിയായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പെരിഞ്ജീരകം കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കറിയാക്കാനായിട്ട് അടിക്കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക, അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഒരു 4 കരയാമ്പൂ, 2 ഏലക്ക, ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പെരിഞ്ജീരകവും ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് വഴന്നെടുക്കാം. തീ എപ്പോഴും മീഡിയം തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ വഴന്നെടുക്കാൻ. ഒരുപാട് തീ ഇട്ട് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട വഴിക്ക് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതൊക്കെ വഴന്നെടുക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉലുവ ഉണ്ടല്ലോ, അതൊന്ന് വറുത്ത് പൊടിക്കാം. നിങ്ങളുടെ കയ്യിൽ വറുത്ത് പൊടിച്ച ഉലുവ ഉണ്ടെങ്കിൽ അതിപ്പോൾ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇല്ല, അപ്പോൾ ഞാനിതൊന്ന് വറുത്ത് പൊടിക്കട്ടെ. അപ്പോൾ ഞാൻ ഉലുവ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓരോ പൊടികൾക്കും ഒരു പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ ഓരോ പൊടികൾ ഇട്ട് കഴിഞ്ഞ ശേഷവും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ ശേഷം വേണം അടുത്ത പൊടി ഇടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എല്ലാ പൊടികളും കൂടെ ഇട്ട് കഴിയുമ്പോൾ കറിക്കൊരു പച്ചമണം ഉണ്ടാവണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഈ പൊടികൾ എണ്ണയിൽ കിടന്ന് മൊരിയുന്ന സമയത്ത് ഒരു പ്രത്യേക രുചി കിട്ടുകയും ചെയ്യും. നമുക്ക് എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളകും ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് തക്കാളി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയി കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ ഇത് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതല്ലേ, അപ്പോൾ അടി പിടിച്ച് കഴിയുമ്പോൾ കറിക്കൊരു കരിഞ്ഞ മണം വരും. കാരണം നമ്മൾ വെള്ളം ഒഴിക്കാതെയാണല്ലോ തക്കാളി വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ഈ മട്ടൺ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് മസാലയൊക്കെ നോക്കുക. ഗരം മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കറിയുടെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഉപ്പില്ല, അപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല കറക്റ്റാട്ടോ, എരിവും കറക്റ്റാണ്. നമ്മൾ മട്ടനിലോട്ട് വെറും 1/4 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം മട്ടൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ മസാലകളൊക്കെ മട്ടനിലോട്ടൊന്ന് നന്നായിട്ട് പിടിക്കണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ.
പക്ഷേ വെള്ളം അധികം വറ്റാനും പാടില്ല, കാരണം നമുക്ക് ഗ്രേവി വളരെ കുറവാണ്. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ കറക്റ്റായിട്ടുണ്ട്, അധികം വറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടതാണെങ്കിൽ അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എനിക്കിപ്പോൾ ഇത്രയും ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും മതി. ഇനി കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക, ഉപ്പ് മസാല ഒക്കെ ഉണ്ടോയെന്ന് നോക്കുക. എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് താളിച്ചൊഴിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം താളിക്കാൻ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 നുള്ളി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇടാം. 1 നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ളി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ കറിക്ക് നല്ലൊരു കളർ കൊടുക്കാൻ വേണ്ടിയാട്ടോ. നമുക്കിത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് പകർത്താം. ഇപ്പോൾ നമ്മുടെ മട്ടൻ കറി തയ്യാറായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അടുത്ത ഒരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ടാറ്റാ.